വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ സീറ്റിന്റെ വോട്ട്സ് നമുക്ക് കിട്ടും. പക്ഷേ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ ഒരു വിഷൻ വളരെ വലുതാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് വയനാടിന്റെ ഒരു ആരോഗ്യ രംഗം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നതും ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണ്, ഇവിടെ ഓരോരോ ബ്ലോക്കിനും കുറിച്ചും എത്രയും നല്ല രീതിയിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും കാട്ടി നന്നായിട്ട് പറയാൻ പറ്റുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനാണ്. അപ്പോൾ ഇതുപോലെ ഒരു മിനിസ്റ്ററിനെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇത്രയും ഒരു എന്താണ് സർ പറയുന്ന ഒരു കാര്യമാണെങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ആണെങ്കിലും എനിക്ക് ഇത്ര പോലെ നല്ല രീതിയിൽ കിട്ടിയത് കൊണ്ടാണ് നമ്മളും അത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത്. ഇപ്പം നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു നമ്മളൊരു കൗണ്ടർ മാപ്പ് തയ്യാറാക്കുന്നതാണെങ്കിലും അമ്പുകുത്തിലുള്ള ഭൂമി കണ്ടുപിടിക്കുന്നതിലുള്ള ഒരു ഉത്സാഹം, ഇതെല്ലാം ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ മിനിസ്റ്ററാണ്. ഞാനിതൊന്ന് വെറുതെ പറയുന്നതല്ല, ശരിക്കും അദ്ദേഹം അത്ര രീതി താല്പര്യം നമ്മളെ കൂടെ കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഇവിടെ ഒരു വന്യമൃഗശല്യത്തിൻ്റെ ഒരു പ്രശ്നമാണെങ്കിലും ഏറ്റവും കൂടുതൽ വർഗത്തിലെ പെട്ട ആൾക്കാർ താമസിച്ചു വരുന്നത് വയനാട്ടിലാണ്. അപ്പോൾ അവരെല്ലാവരും ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ ഫെസിലിറ്റി നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പോഴും നമ്മൾ ചുരം കയറി കോഴിക്കോട് പോകുന്ന ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷനിനെ കൂടെ ആ ഒരു ലീഡർഷിപ്പിനെ കൂടെ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കണം. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഫൈനലി ഇതിൻ്റെ റിസൾട്ട്സ് കിട്ടാൻ പോകുന്നതും ഇവിടുത്തെ നാട്ടുകാർക്കാണ്, ഇവിടുത്തെ നമ്മുടെ പ്രദേശത്തിൻ്റെ നിവാസികൾക്കാണ്. ഇനി അടുത്ത നമ്മളെ തലമുറ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്നും എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലും അവർ ആശ്രയിക്കുന്നതും ഈ മെഡിക്കൽ കോളേജാണ്. ഇതെല്ലാവരും ഓർത്തും നമുക്ക് നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലെഡ്ജ് നമ്മളെല്ലാവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കണം. ബിക്കോസ് HDS മീറ്റിങ്ങും മറ്റുള്ള എല്ലാ മീറ്റിങ്ങും നമ്മൾ കാണുമ്പോൾ ഇത്രയും ഫണ്ട്സും ഇത്രയും ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കണം.